ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഒരു അമ്മയെ കൊന്ന ഒരു പുത്രൻ അമ്മയെ കൊല്ലുമ്പോൾ ഇയാൾക്കൊരു തരിമ്പിന് കുറ്റബോധമില്ല. അത് കഴിഞ്ഞ് പോലീസ് കൊണ്ടുപോകുമ്പോൾ തരിമ്പിന് കുറ്റബോധമില്ല. പോലീസ് കൊണ്ടുപോകുമ്പോഴേക്കും മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് നോക്കി കോക്കറി കാണിക്കുകയാണ് ഇവൻ. എന്നിട്ട് ഇപ്പോൾ അവനെ കുതിരവട്ടത്തേക്ക് മാറ്റി. അതിന് കാരണം ഏതെങ്കിലും ഒരു കുറ്റബോധം കൊണ്ടല്ല, ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലഹരി കിട്ടാതായപ്പോഴേക്കും ഈ പറയുന്ന വിത്ഡ്രോവൽ സിംറ്റം ഉണ്ടല്ലോ, അതുണ്ടായപ്പോഴേക്കും കുതിരവട്ടത്തേക്ക് മാറ്റി. അങ്ങനെ എത്ര സംഭവം, ഇപ്പോൾ ഈ ജനുവരി 1 മുതൽ മാത്രം എടുത്താൽ ഒരു ഡസൻ സംഭവങ്ങൾ എടുത്താൽ ഒട്ടുമിക്ക എല്ലാത്തിലും ലഹരിയുടെ സ്വാധീനം ആഴത്തിലുണ്ട്. ഇപ്പോൾ ഇന്നലെ ഈ താമരശ്ശേരിയിൽ അമ്മയുടെ കഴുത്തറുത്ത മകൻ പ്രധാന പ്രശ്നം എന്താണ്? ലഹരി ഉപയോഗം വീട്ടിൽ ചോദ്യം ചെയ്യുന്നു, പൈസ വെച്ചിട്ട് വീട്ടിൽ കൊടുക്കുന്നില്ല. അതാണ് ആത്യന്തികമായ കാരണം. ജോർജ് ജോസഫ്, ഇതിനൊരു പരിഹാരമുണ്ടോ? ഏതായാലും എനിക്ക് തോന്നുന്നില്ല ഇതിനൊരു പരിഹാരം ഉണ്ടെന്ന്. കാരണം കേരളത്തിലേക്ക് വരുന്ന ഈ MDMA, അതുപോലെ ആഷിഷ്, അതുപോലെ കഞ്ചാവ്, ഇതിൻ്റെ ക്വാണ്ടിറ്റി ദൈനംദിനം കൂടി വരികയാണ്. ഇപ്പം കഴിഞ്ഞ വർഷം പിടിച്ച 12 കോടിയുടെ ഹാഷിഷ് പിടിച്ചിരുന്നു. അവരെ 24 വർഷത്തേന് ഇപ്പം കഴിഞ്ഞ ദിവസം ശിക്ഷ ഉണ്ടായി. അപ്പം ഞാനിത് പറയാൻ കാരണം, ഇവിടെ ആവശ്യത്തിന് സാധനങ്ങൾ വരുന്നുണ്ട്, കുറേ ആൾക്കാരെ പിടിക്കുന്നുണ്ട്, എക്സൈസും അതുപോലെ തന്നെ പോലീസും ഒക്കെ നല്ല ജോലി ചെയ്യുന്നുണ്ട്. അതൊന്നും ഏക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഗുണ്ടകൾ അല്ലേ, ഡ്രഗ്സ് അടിച്ചിട്ടാണ് ഗുണ്ടകൾ ചെയ്യുന്നത്, അതല്ലല്ലോ. സമാധാനപരമായി വീട്ടിൽ കഴിയുന്ന മക്കളാണ് ഇപ്പം കൊല്ലുന്നത്. അവർക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങുമില്ല. ഇപ്പം ഈ വെള്ളറടയിലെ തന്നെ കണ്ടില്ലേ? കാരണം ആ കുട്ടിയെ പൊന്നുപോലെ വളർത്തിയ കുട്ടി ആ പിതാവിൻ്റെ കഴുത്തറക്കുന്ന രംഗമാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് അവൻ സൈലൻ്റായിരുന്നു. അവൻ എറണാകുളത്ത് സിനിമയുടെ എന്തോ പഠിക്കണമെന്ന് പറഞ്ഞ് പോയി. അവന് കുറേ പണം 1.5 ലക്ഷം രൂപയും കൊടുത്തു. എറണാകുളത്ത് പോയ ശേഷം വളരെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം എറണാകുളത്ത് പോയ വേറെ 1-2 കേസ് എനിക്കറിയാം. അവർക്കും ഇതുപോലെയുള്ള സിംറ്റം കാണിക്കുന്നുണ്ട്. എറണാകുളത്തെ ഈ സിനിമ ഫീൽഡെന്ന് പറയാൻ പഠിക്കാനായിട്ട് പ്രാന്ത് കയറി അവിടെ ഡയറക്ഷനും ആക്ടിങ്ങിനും ഒക്കെ എറണാകുളത്ത് വളരെയധികം കുട്ടികൾ പോകുന്നുണ്ട്. ആ കുട്ടികൾ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ 2-3 പേരെ എന്നെ കാണാൻ വന്നു, പിതാക്കന്മാർ. എറണാകുളത്ത് സിനിമ അഭിനയം മൂത്ത് പോയതാണ്. ആ പയ്യൻ്റെ മാനസികമായി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലെ പ്രവൃത്തിയെല്ലാം വളരെ മോശമാണ്. അപ്പോൾ ആ 3 മാസം കൊണ്ട് വളരെയധികം ചേഞ്ച് വന്നിരിക്കുന്നു. ഇവിടെ എറണാകുളത്ത് പഠിക്കാൻ പോയ ഈ പയ്യനാണ് സാത്താൻ സേവയായിട്ട് നടത്തി അപ്പൻ്റെ കഴുത്തറുത്ത് കൊല്ലുന്നത്. അപ്പോൾ ഇവരാർക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നല്ല കുട്ടികളാണ് വീട്ടിലെ. അപ്പോൾ അവർക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയോ കാര്യമായ തകരാറ് സംഭവിച്ചിരിക്കുന്നു. ഇതിനൊരു പരിഹാരം കേരളത്തിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഗവൺമെൻറ് ലെവലിലും പോലീസിൻ്റെ ലെവലിലും എക്സൈസിൻ്റെ ലെവലിലും എടുക്കുന്ന അതിൻ്റെ ഡിഫൻസീവ് മെക്കാനിസം ഒന്നും ചിലവാകുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുമായിരിക്കാം. പക്ഷേ നമ്മൾ പൊതുവെ കണ്ടു കഴിയുമ്പം അടുത്ത ഒരു 2 മാസം കൊണ്ട് ഈ വയലൻസ് സ്വന്തം അമ്മയും അപ്പനെയും വെട്ടിക്കൊല്ലുന്നതാണ്. മക്കളാണ് വെട്ടിക്കൊല്ലുന്നത്. എന്നിട്ട് അതിനൊരു ദുഃഖവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. അവരിങ്ങനെ ഒരു പ്രാന്തനെ പോലെ ചെയ്യുന്നത്. ഇപ്പം തന്നെ ആ വെള്ളറടയിലെ ടിപ്പിക്കൽ കേസാണ്. അപ്പം നമുക്കറിയാം, കേടലിൻ്റെ കേസ് അറിയാം. തിരുവനന്തപുരത്തെ സ്വന്തം അപ്പനെയും അമ്മയും സഹോദരിയെയും അമ്മായിയെയും കൊന്നവനെ. അപ്പോൾ അത് ഡ്രഗ്സാണ്. അപ്പം ഡ്രഗ്സിൻ്റെ പ്രവൃത്തി എന്താണെന്ന് നമുക്ക് കുറേ 4-5 വർഷമായിട്ട് അത് കേരളം മുഴുവൻ വ്യാപിച്ച് വീട്ടുകാരെ തന്നെ കൊന്നൊടുക്കുന്നതാണ് കാണുന്നത്. അതുപോലെ ചൈനയിലെ ഈ പയ്യൻ പോയെന്ന് പറഞ്ഞു. ഞാൻ അതിന് മുമ്പ് വേറെ 3-4 പേരുടെ കേസ് എനിക്കറിയാം. ചൈനയിൽ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ വന്നവരെല്ലാവരും ഡ്രഗ്സിന് അടിമയാവുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് മലേഷ്യയിൽ പോയ ഒരാളെ, ഒരു 19 വയസ്സുകാരി പെണ്ണിനെ ഡ്രഗ്സ് കടത്തിയതിന് അവിടെ തൂക്കിക്കൊന്നു. ഇപ്പോൾ 2024 തൂക്കിക്കൊന്നിട്ടുണ്ട്, കഴിഞ്ഞ ജൂലൈയിൽ. അപ്പം മലയാളികളെ നമ്മൾ ഇന്ത്യയുടെ മൊത്തം കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ എന്തോ കാര്യമായ തകരാറ് ഇവിടുത്തെ മാനസികാവസ്ഥയ്ക്ക് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുന്ന പേടിയാണ് ഇപ്പം നമുക്ക്. എല്ലാ വീടുകളിലും ഇതുപോലെയുള്ള കുട്ടികളുണ്ട്. ജോർജ് ജോസഫ്, ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ബൈക്കാരെ മുന്നിൽ നിന്ന് മാറുന്നില്ല. എത്രയായിട്ട് റോഡ് നല്ല ക്ലിയറാണ്, ബൈക്കാർ 2 പേരുണ്ട്, മുന്നിൽ നിന്ന് മാറുന്നില്ല. ഞാൻ ജസ്റ്റ് ഓൺ അടിച്ചപ്പോഴേക്കും അശ്ലീലാംഗി കാണിക്കുക. നമുക്ക് പേടിയാവുകയാണ്. ഒന്നുകൂടെ ഓൺ അടിച്ചു കഴിഞ്ഞാൽ ഇവൻ നിർത്തി വന്ന് ഇറങ്ങി വന്ന് കുത്തത്തില്ലെന്ന് ആർക്കറിയാം? തീർച്ചയായിട്ടും അത് തന്നെ നടക്കുന്ന. എല്ലാവരും ഭൂരിപക്ഷം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഡ്രഗ്സ് അഡിക്ഷനായിട്ട് വന്നു കഴിഞ്ഞ് ഗവൺമെൻറ്റിനോ പോലീസിനോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും എഫക്റ്റീവായില്ല. നമ്മൾ അസംബ്ലി ഇവിടെ കിടന്ന് പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പ്രതിവിധി. ഞാൻ പറയണത്, ഈ നല്ല ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ മക്കൾക്ക്, പെൺകുട്ടിയായാലും ആൺകുട്ടി, എന്തെങ്കിലും ഒരു
പൊതുവായ രീതിയിൽ ചില മാറ്റങ്ങൾ ദൃശ്യമായി കഴിഞ്ഞാൽ അത് ഡ്രഗ്സ് തന്നെയാണെങ്കിൽ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം ഇതുവരെ ഇല്ലാത്തൊരു മാറ്റം കാണുകയാണ്. ഞാൻ ഈ പോലീസിൻ്റെ അടുത്തും അല്ല ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് 24 തന്നെയാണോ പറഞ്ഞത്, നമുക്കെല്ലാ താലൂക്ക് ഓഫീസുകൾ ഇതുപോലെയുള്ള കുട്ടികൾ അവിടെ ഒരു ട്രീറ്റ്മെൻറ്റിന് സൗകര്യം ചെയ്ത് കൊടുക്കണം. മാതാപിതാക്കൾ വിഷമിക്കരുത്, പോലീസിലൊന്നും പോകരുത്, കേസെടുക്കരുത്. നേരെ താലൂക്ക് ഓഫീസിൽ പോയി അവിടുത്തെ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും, പഠിക്കുന്ന കുട്ടികളായിരിക്കും, സ്വഭാവത്തിന് വ്യത്യാസം വന്നാൽ തീർച്ചയായിട്ടും പോലീസ് സഹായത്തോടുകൂടി ആ പയ്യനെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് പോലീസ് ആക്ടിനകത്ത് ഒരു വകുപ്പ് ഒന്ന് ചേർത്താൽ മതി. ഡ്രഗ് അഡിക്റ്റഡ് ആയ കുട്ടികളായാലും ശരി, ജീവനക്കാരായാലും ശരി, ഗവൺമെൻറ് ജീവനക്കാരായാലും ശരി, അവരെ 30 ദിവസം മുതൽ 90 ദിവസമോ അല്ലെങ്കിൽ 120 ദിവസമോ ഡീറ്റെയിൻ ചെയ്യാനുള്ള ഒരു നടപടി അത് ലീഗലായിട്ട് ചെയ്യണം. അല്ലാതെ നമുക്കിതിനകത്ത് പ്രതിവിധി, ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, നമുക്ക് വേറെ ഒരു ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാം. വീട്ടിൽ കൊലപാതകം ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എല്ലാ താലൂക്ക് ഓഫീസിലും 3-4 മുറി ഇതിനു വേണ്ടി സജ്ജീകരിച്ച് നമുക്ക് വേറെ ചിലവൊന്നും വരില്ല. അവിടെ ഈ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഉണ്ടാകണം, അവരൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, കൗൺസിലിംഗ് കൊടുക്കണം, ഫുഡ് കൊടുക്കണം. കാരണം അങ്ങനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു ലീഗൽ പ്രൊവിഷൻ, ചിലപ്പോൾ അവന്മാർ തന്നെ നമുക്കെതിരായിട്ട് കേസ് പോകും. അതുകൊണ്ടാണ് പോലീസ് ആക്ടിനകത്ത് കൃത്യമായ ഒരു പ്രൊവിഷൻ. ഡ്രഗ് അഡിക്റ്റഡ് ആണെന്ന് സംശയം തോന്നുന്നവരെ അല്ലെ അങ്ങനെയുള്ള പെരുമാറ്റം വീട്ടിലും നാട്ടിലും ഉണ്ടാക്കുന്ന അല്ലെ സ്കൂളിലും കോളേജിലും ഉണ്ടാക്കുന്ന കുട്ടികളെ ഒരു മാനദണ്ഡം നോക്കരുത്, പോലീസിന് റിപ്പോർട്ട് ചെയ്യുക. പോലീസ് അവരെ 3 മാസത്തേന് 90 ദിവസത്തിന് നിയമപരമായി താലൂക്ക് ഓഫീസുകൾ മുറിയിൽ ഡീറ്റെയിൽ ചെയ്ത് നല്ല ഭക്ഷണവും കൊടുത്തേ. കാരണം കൊലപാതകം നമുക്ക് പകുതിയും ഒഴിവാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശ്രദ്ധിക്കുന്നവർ തീർച്ചയായിട്ടും, അതല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു പോംവഴിയും കാണാനില്ല. കാരണം നമുക്കിതിനകത്ത് എന്ത് ചെയ്യാനൊക്കും? ഇപ്പോൾ ഓരോരുത്തരും നമ്മുടെ ചാനലിൽ നിന്ന് സംസാരിച്ച് അതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡിഫെൻസീവായിട്ട് കുറേ കാര്യങ്ങൾ സ്കൂളിൽ അവർക്ക് ബോധോദയ ക്ലാസ് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പല കുട്ടികളും ഈ സ്കൂളിലായിട്ട് വരുന്നത്. ഈ സിംഗപ്പൂരും മറ്റിടത്തൊക്കെ എന്താ അറിയാവോ, സ്കൂളിലെ ആ പെൺകുട്ടികളെ ആൺകുട്ടികളെ ബാത്റൂമിൻ്റെ അവിടെ ടീച്ചേഴ്സിന് ഡ്യൂട്ടി ഇടുകയാണ്. അവർ ബാത്റൂമിൽ പോകുന്ന ഇൻ്റർവെൽ സമയത്ത് അവിടെ 2 ടീച്ചേഴ്സിനെ വെച്ച് ഡ്യൂട്ടി ഇടുകയാണ്. അവർ 10 മിനിറ്റ് അവരെല്ലാവരും കയറിയ ശേഷം, കാരണം അവിടെ വെച്ചാണ് എക്സൈൻ ചെയ്യുന്നത്, അവിടെ വെച്ചാണ് മറ്റു പ്രവർത്തികൾ നടക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലും അതിന് സമയമായി കഴിഞ്ഞിരിക്കുന്നു. ടീച്ചേഴ്സിന് നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ആലോചന തുടങ്ങേണ്ട സമയമാവുന്നില്ല. പക്ഷേ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ കൃത്യമായ ഉത്തരവില്ല. ഇത്രമാത്രം ലഹരി വ്യാപകമാകുമ്പോൾ, ആ ലഹരി കൊലപാതകങ്ങൾ കാരണമാകുമ്പോൾ പിൻ പോയിന്റ് ചെയ്ത് സ്പെസിഫിക് ആയി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് ഉത്തരവില്ല എന്നുള്ളതാണ്.